ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പ് എന്നത് വെറും ഉപവാസമല്ല, മറിച്ച് അനുതാപത്തിൻ്റെയും ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്രയുടെയും കാലമാണ്. ഈ നോമ്പ് ദിവസങ്ങളിൽ 24-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വചനം നമ്മെ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ പാപത്തിലേക്ക് വീണപ്പോഴും ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചില്ല, മറിച്ച് അവനെ രക്ഷിക്കാനായി തൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സന്ദേശം സ്നേഹവും രക്ഷയുമാണെന്ന് നാം മനസ്സിലാക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നു: തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷപ്പെടുവാനത്രേ. ഈ ഭാഗത്തിലെ മറ്റൊരു പ്രധാന സന്ദേശം വെളിച്ചവും ഇരുട്ടും എന്ന ആശയമാണ്. യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നാൽ ചിലർ വെളിച്ചത്തേക്കാൾ ഇരുട്ടിനെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് വചനം പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പാപത്തിൽ ജീവിക്കുന്നവൻ വെളിച്ചത്തെ ഭയപ്പെടുന്നു, കാരണം വെളിച്ചം സത്യം വെളിപ്പെടുത്തുന്നു. എന്നാൽ സത്യത്തിൽ ജീവിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരാൻ ഭയപ്പെടുന്നില്ല. നോമ്പ് കാലഘട്ടത്തിലെ ഈ വചനങ്ങൾ നമ്മെ ഒരു ആത്മീയ ചോദ്യത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ജീവിതം വെളിച്ചത്തിലാണോ ഇരുട്ടിലാണോ? നോമ്പ് കാലം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനുള്ള സമയമാണ്. നമ്മുടെ തെറ്റുകളും പാപങ്ങളും തിരിച്ചറിഞ്ഞ് ദൈവത്തോട് മാനസാന്തരം വരികയും അവൻ്റെ കരുണ തേടുകയും ചെയ്യേണ്ട സമയമാണിത്. യേശു നമ്മെ വിളിക്കുന്നത് കുറ്റപ്പെടുത്താനല്ല, മറിച്ച് മാറ്റത്തിനും പുതിയ ജീവിതത്തിനും വേണ്ടിയാണ്. ഈ വചനങ്ങൾ നമുക്ക് 3 കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതിലൊന്ന്, ദൈവത്തിൻ്റെ സ്നേഹം അളവറ്റതാണ്. രണ്ടാമത്തേത്, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുന്നു. 3, നാം വെളിച്ചത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത, വിദ്വേഷം, ലോകത്തോടുള്ള അമിതമോഹം എന്നിവയെല്ലാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്. നോമ്പുകാലം എന്നത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ തിരിച്ചറിയാനും അത് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള സമയമാണ്. പാപം നമ്മെ പ്രകാശത്തിൽ നിന്ന് അകറ്റുന്നു, എന്നാൽ അനുതാപം നമ്മെ പ്രകാശത്തിലേക്ക് അടുപ്പിക്കുന്നു. നമ്മുടെ സഭാപിതാവായ അബ്രഹാം മൽപ്പാൻ വചനത്തിൻ്റെ വെളിച്ചത്തിൽ സഭയെ നവീകരിച്ചതുപോലെ ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതങ്ങളെയും നാം നവീകരിക്കണം. വചനം വായിക്കുന്നതിലും ധ്യാനിക്കുന്നതിലും നാം സമയം കണ്ടെത്തണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. യേശു നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും നമുക്ക് വെളിച്ചമായി തീരാം. അതിനാൽ ഈ നോമ്പ് കാലത്ത് നാം കൂടുതൽ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദൈവവചനത്തിൽ വളരാനും ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാൻ ശ്രമിക്കണം. ക്രൂശിലെ ആ വലിയ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ നോമ്പ്. ഈ നോമ്പ് കാലം വെറും ഒരു ആചാരമായി തീരാതെ ക്രിസ്തുവിലുള്ള ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ നമുക്കിടയാകട്ടെ. ദൈവം നമ്മെ ഏവരെയും തൻ്റെ വലിയ കൃപയിൽ കാത്തുപരിപാലിക്കട്ടെ. ആമേൻ.